നമുക്കൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത് കേട്ടോ. 7:30 കഴിഞ്ഞിട്ടുണ്ട്. നേരെ പോയി ഫേസ് വാഷ് ചെയ്യാണ്. ഇപ്പോൾ കറൻ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷാണ് കേട്ടോ ഇത്. അടിപൊളിയാണ്, നല്ലൊരു ഫ്രഷ്നെസ്സും പിന്നെ നല്ലൊരു അടിപൊളി ഫീലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. എൻ്റെ സ്കിന്ന് ഭയങ്കര ഓയിലി സ്കിന്നാണ്. അപ്പോൾ എഴുന്നേറ്റ് വഴി തന്നെ വാഷ് ചെയ്യാണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ നേരെ അടുക്കള വശത്തോട്ടാണ് കേട്ടോ പോകുന്നത്. നേരെ ചെന്ന് ബാക്കിലെ ഡോറൊക്കെ ഒന്ന് തുറന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കി. ബാക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചെറിയൊരു കാട് പോലെയാണ്, പക്ഷെ അത് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. രാവിലെ തന്നെ ആ ഒരു വ്യൂവും പിന്നെ നല്ല കിളികളുടെ ശബ്ദമൊക്കെ സൂപ്പറാണ്. രാവിലെ എനിക്ക് എന്തായാലും ഒരു പാൽച്ചായ ഇല്ലാണ്ട് ഒരു രക്ഷയില്ല കേട്ടോ, മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ കൂടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പുട്ടും പഴമാണ് ഇന്നത്തെ രാവിലത്തെ സ്പെഷ്യൽ. പിന്നെ ഏട്ടൻ പോയി ബീഫ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കറി വയ്ക്കണം. അതിന് മുന്നേയായിട്ട് സൺ കിസ്സൊക്കെ കൊണ്ടിട്ട് ഞാനിരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, സമയമുള്ള ദിവസങ്ങളിൽ മാത്രം കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമുണ്ട്. പിന്നെ ഇതേ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരാനുണ്ടായിരുന്നത് ബാക്ക് സൈഡാണ് കേട്ടോ. അതൊക്കെ ചെയ്ത് പിന്നെ നമ്മുടെ ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതയ്ക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് വേവിക്കാൻ വേണ്ടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ അടുപ്പത്തോട്ട് വയ്ക്കാൻ വേണ്ടി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ നിൽക്കുമ്പോഴുള്ള പരിപാടിയാണ് കേട്ടോ ഇത്. എന്തെടുത്താലും അപ്പം തന്നെ പോയി കൈ എടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ അതേ നേരെ ആ കുക്കർ അടുപ്പത്തോട്ടൊക്കെ വെച്ചിട്ട് ഞാൻ തുണി വാഷിംഗ് മെഷീനിൽ ഉണങ്ങി കിടപ്പുണ്ട്. അതൊക്കെ വിരിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ ഇന്ന്. കഴിഞ്ഞ് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ സൺഡേ ആണ് കേട്ടോ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ നേരെ അടുക്കളയിൽ ബീഫ് കറി വെക്കാൻ വേണ്ടി കയറി. ആൾ ഇടുന്ന വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമേ മറന്നുപോയി, ഓരോരോ തിരക്കായതുകൊണ്ട്. പിന്നെ ബീഫ് കറി വച്ചതിന് ശേഷമാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ച് വേഗം തന്നെ ഫോണൊക്കെ എടുത്തിട്ട് വന്ന് വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ ലാസ്റ്റാണ് നമ്മളത് വേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നല്ല അടിപൊളി ബീഫ് കറി ആയിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതേ ബീഫ് കറിയുടെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടി പപ്പടം കൂടി വറക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു. പിന്നെ ഇവളുടെ കൂടെ ഇരുന്ന് ടി വി കാണുവാണെങ്കിൽ എന്തായാലും അവൾ കാണുന്ന ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അതിന് നമുക്കിന്നൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരുപാട് നാളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ നല്ലൊരു ത്രില്ലിലും എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് ഞാൻ. അപ്പോൾ നട്ടുച്ച ആയതുകൊണ്ട് വെയിലത്ത് പോകണമല്ലോ എന്നുള്ളൊരു ചെറിയ വിഷമം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു, ബൈ.